നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓർമ്മയുണ്ട് എന്നെ? ഉണ്ട്. അന്നത്തെ കൂട്ടുകാരി എവിടെ? ഇപ്പൊ കൂട്ടുകാരി ഉപേക്ഷിച്ച് പുതിയ കൂട്ടുകാരനെ സംഘടിപ്പിച്ചോ? അത് അല്ല സർ. സർ നമസ്കാരം. സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ അമ്മ ഇവന്റ്സിലെ പ്രസാദേട്ടന്റെ അനിയനാണ്, ഹരി. ഓ, അന്ന് എക്സ് മേയർ ഉപേന്ദ്രവർമ്മ സാറിന്റെ മകളുടെ വിവാഹത്തിന് വെച്ച് കണ്ടിരുന്നു. ഓ, ഐ സീ. നൈസ് ടു മീറ്റ് യു. ഐ എം നാഥൻ. ചേട്ടനൊക്കെ സുഖം തന്നെയല്ലേ? സുഖമായിരിക്കും സർ. പിന്നെ പ്രസാദേട്ടന്റെ ഇവന്റ്സില് ഫുഡ് സപ്ലൈ ചെയ്യുന്ന അഞ്ജലി ചേച്ചി അറിയില്ലേ? അറിയാം, പറഞ്ഞറിയാം, പക്ഷെ കണ്ടിട്ടില്ല. പ്രസാദേട്ടൻ അഞ്ജലി ചേച്ചി വിവാഹം കഴിച്ചു. ഓ, ഗുഡ് ന്യൂസ്. പക്ഷേ ഞാൻ വിചാരിച്ചത് അവര് നേരത്തെ തന്നെ കല്യാണം കഴിച്ചു വരാമെന്നാ. ഇല്ല സർ, ജസ്റ്റ് നോ. അതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ചില ചടങ്ങുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഷോപ്പിംഗിലായിരുന്നു ഞങ്ങൾ. ഓട്ടോക്കേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വലിയ സന്തോഷം. ഏതായാലും കണ്ടതല്ലേ, ഞാൻ തന്നെ നിങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. ഓട്ടോ കാത്തു നിന്ന് വെറുതെ മെനക്കെടണ്ട. മാത്രമല്ല, നവവധൂവരന്മാരെ എനിക്കൊന്ന് ആശംസിക്കുകയും ചെയ്യാലോ. അയ്യോ വേണ്ട സർ, സാറിന് ബുദ്ധിമുട്ടാവും. ഇവിടെ പെട്ടെന്ന് ഓട്ടോ കിട്ടും. ഹരിയേട്ടാ, സാറിന് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ഒരു ബുദ്ധിമുട്ടുമില്ല കുട്ടി, കയറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാലോ. അതെ അതെ, ആര്യ സാറിന് ബുദ്ധിമുട്ടില്ലെന്ന് പറയുമ്പോ നമുക്കെന്താ പ്രയാസം? വാ വാ, വരൂ 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 വരൂ. Come on. ഈശ്വര, ഇയാളെ വീട്ടിൽ വന്നിട്ട് നവദമ്പതികളെ കാണാൻ ആവശ്യപ്പെടും. പ്രസാദേട്ടനും ചേച്ചി ഇറങ്ങി വരും. ഇയാള് ചേച്ചിയെ ചേച്ചിക്ക് മാത്രമല്ല, പ്രസാദേട്ടനും അത് അപകടമാവും. എന്താ ആലോചിച്ച് നിൽക്കുന്ന ആര്യ? വാ ഇങ്ങോട്ട്, സാറ് ക്ഷണിച്ചതല്ലോ. നമുക്ക് കാറിൽ പോവാം, വാ. കേറ്. ആര്യക്ക് സാറിനെ വേണ്ടത്ര പരിചയമില്ല, അതിൻ്റെ ഒരു മടിയുണ്ട്. ഇറ്റ്സ് ഓക്കെ. സാർ ഇവിടെ തന്നെയാണോ? ഇടയ്ക്ക് നാട്ടിലേക്ക് പോകാറില്ലേ? ഇപ്പോൾ നാട്ടിൽ പോകാറായിട്ടില്ല. ഇവിടെ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ കൂടി സോൾവ് ചെയ്യാനുണ്ട്, എന്നിട്ട് നാട്ടിലേക്ക് പോകും. സാറിനോട് എന്ത് പ്രശ്നങ്ങൾ? നമുക്ക് ഇടപെടാൻ പറ്റുന്ന വല്ല പ്രശ്നങ്ങളുമാണെങ്കിൽ. സ്ട്രിക്ട്ലി പേഴ്സണൽ. ഓ, എന്നെ കബളിപ്പിച്ച് കിടന്ന ചിലരെ കണ്ടുപിടിച്ച് വേണ്ട ശിക്ഷ കൊടുക്കാനാണ്. അതിനുള്ള അന്വേഷണത്തിലാണ് ഞാനിപ്പോ. അത് നന്നായി. നമ്മളെ പറ്റിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്നവരെ വെറുതെ വിടരുത് സർ. കൂമ്പടച്ചിടി കൊടുക്കണം, അതാണ് അതിനുള്ള മറുപടി. കൊടുത്തു കളയാം, അതും കിട്ടട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.